പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ യഥാർത്ഥ വില്ലൻ അമേരിക്കയോ ഇറാനോ അല്ല എന്നാണ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത്. അത് ഇസ്രായേലാണത്രേ. കുറച്ചുകൂടി കൃത്യമായി അവർ പറയുന്നത് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്നാണ്. ഭരണത്തിൽ കയറിയത് മുതൽ ഓരോ കാലത്തെയും അമേരിക്കൻ പ്രസിഡന്റുമാരെ കണ്ട് ഇറാനെ ആക്രമിക്കണമെന്ന് പറഞ്ഞ് പിന്നാലെ നടന്നിരുന്നു നെതന്യാഹു. ഒടുവിൽ പാർക്കിൽ കൊണ്ടുപോകാം എന്ന് കേൾക്കുമ്പോൾ ആവേശം കൊള്ളുന്ന കുട്ടിയെപ്പോലെ ഇറാനെ ആക്രമിക്കാമെന്ന് പറഞ്ഞ് ഡൊണാൾഡ് ട്രംപിനെ ഇറാൻ മേഖലയിലേക്ക് കൊണ്ടുവന്നു നെതന്യാഹു. എന്നിട്ട് പാർക്കിൽ വീണ കുട്ടിയെ ഗൗനിക്കാതെ സ്വന്തം കാര്യവുമായി മുന്നോട്ടു പോവുകയാണ് നെതന്യാഹു ചെയ്യുന്നത്. വ്യക്തിപരവും രാഷ്ട്രീയപരവും അന്തർദേശീയപരവുമായ കാരണങ്ങളാൽ യുദ്ധം തുടരേണ്ടത് നെതന്യാഹുവിൻ്റെ മാത്രം ആവശ്യമാണ്. കാര്യങ്ങൾ അങ്ങനെ പോകുമ്പോഴാണ് നെതന്യാഹുവിനെ പ്രതിസന്ധിയിലാക്കുന്ന വാർത്ത വരുന്നത്. ബെഞ്ചമിൻ നെതന്യാഹുവിന് അതിനിർണായകം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് ഇസ്രായേൽ നീങ്ങുന്നു. ഗാസ വംശഹത്യ, ഇറാൻ യുദ്ധം, ഹിസ്ബുള്ളയുമായുള്ള നിരന്തര സംഘർഷങ്ങൾ എന്നിവയുടെ കൂടി പശ്ചാത്തലത്തിൽ നെതന്യാഹുവിന് ഏറെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ്. നിലവിലുള്ള ഇസ്രായേലി പാർലമെന്റ് സെനറ്റിന്റെ കാലാവധി വരുന്ന വെള്ളിയാഴ്ച അഥവാ ജൂലൈ 17 അവസാനിച്ച ശേഷം ഒക്ടോബർ 27 അടുത്ത പൊതു തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ അരനൂറ്റാണ്ട് കാലത്തെ ചരിത്രത്തിനിടെ 4 വർഷ കാലാവധി പൂർത്തിയാക്കിയ ആദ്യത്തെ സർക്കാർ എന്ന ഖ്യാതിയോടെയാണ് നെതന്യാഹു സർക്കാർ പൊതു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ ഒരുങ്ങുന്നത്. എന്നാൽ ഇറാൻ യുദ്ധത്തിലെ തിരിച്ചടികളും ഗാസ വംശഹത്യയും എല്ലാം നെതന്യാഹുവിന്റെ ഭാവി തുലാസിലാക്കിയിട്ടുണ്ട്. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പാരമ്പര്യത്തിന്റെ വിലയിരുത്തൽ കൂടിയായി ഈ തെരഞ്ഞെടുപ്പ് മാറും. അതേസമയം നിലവിൽ ഇസ്രായേൽ ഉൾപ്പെട്ടിരിക്കുന്ന നിരവധി സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ നെതന്യാഹുവിന് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്നാണ് അഭിപ്രായ സർവേകൾ സൂചിപ്പിക്കുന്നത്. നെതന്യാഹുവിന്റെ പാർട്ടിയായ ലിക്കുഡ് പാർട്ടി പാർലമെന്റിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാൻ സാധ്യതയില്ല എന്നും സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ പുറത്തുവന്ന അഭിപ്രായ സർവേകൾ പ്രകാരം കടുത്ത പോരാട്ടമാണ് ഇസ്രായേലിലെ തെരഞ്ഞെടുപ്പിൽ നടക്കുക. നെതന്യാഹുവിന്റെ ലിക്കുഡ് പാർട്ടിയും ഗാഡി ഐസൻകോട്ടിന്റെ നേതൃത്വത്തിലുള്ള യാഷർ പാർട്ടിയുമാണ് തെരഞ്ഞെടുപ്പിലെ മുഖ്യ എതിരാളികൾ. ചാനൽ 12 ന്യൂസ് നടത്തിയ സർവേ പ്രകാരം ലിക്കുഡ് പാർട്ടിയും യാഷർ പാർട്ടിയും 23 സീറ്റുകൾ വീതം നേടി ഒപ്പത്തിനൊപ്പമാണ്. 120 അംഗ പാർലമെന്റിൽ സർക്കാർ രൂപീകരിക്കാൻ 61 സീറ്റുകളാണ് വേണ്ടത്. എന്നാൽ പ്രതിപക്ഷ ബ്ലോക്കിന് ഭൂരിപക്ഷം ലഭിക്കാൻ സാധ്യത കുറവായതിനാൽ രാജ്യം തൂക്കസഭയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും സർവേകൾ പ്രവചിക്കുന്നു. ഗാസ, ലെബനൻ, ഇറാൻ യുദ്ധങ്ങൾ തെറ്റായി കൈകാര്യം ചെയ്തതായും ഹമാസ് 2023 ഒക്ടോബർ 7 നടത്തിയ മാരകമായ ആക്രമണത്തിന് കാരണമായത് നെതന്യാഹുവിന്റെ സുരക്ഷാ പരാജയമാണ് എന്നും പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. ഇവയെല്ലാം നെതന്യാഹുവിനെതിരെ ഉയരുന്ന രൂക്ഷ വിമർശനങ്ങളാണ്. പശ്ചിമേഷ്യൻ മേഖലയിൽ ഇസ്രായേലിന്റെ കരുത്ത് വർദ്ധിച്ചത് നെതന്യാഹുവിന്റെ നേതൃഗുണമാണ് എന്നാണ് നെതന്യാഹു അനുകൂലികൾ പറയുന്നത്. ദീർഘകാലം ഇസ്രായേൽ ഭരണാധികാരിയായിരിക്കുന്ന നെതന്യാഹു വീണ്ടും തുടർഭരണം ലഭിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് മത്സരിക്കുന്നത്. അതേസമയം 2019 മുതൽ നടന്ന അഴിമതി ആരോപണങ്ങളിൽ നെതന്യാഹു ഇപ്പോഴും പ്രതിയാണ്. അഴിമതി ആരോപണങ്ങൾ എല്ലാം നെതന്യാഹു നിരസിക്കുമ്പോഴും നിയമത്തിന്റെ മുന്നിൽ നെതന്യാഹു ഇപ്പോഴും കുറ്റക്കാരൻ തന്നെയാണ്. അതൊരു പക്ഷേ വോട്ടർമാരുടെ വികാരത്തെ ബാധിച്ചേക്കാമെന്നും വിലയിരുത്തലുണ്ട്. ഗാസ, ഇറാൻ, ഹിസ്ബുള്ള സംഘർഷങ്ങളുടെ ആകെ വിലയിരുത്തലും ഇസ്രായേലി ദേശീയ സുരക്ഷാ നയവുമാണ് തെരഞ്ഞെടുപ്പിലെ പൊതുവായ ചർച്ച. ഗാസ സംഘർഷങ്ങളുടെ തുടക്കത്തിന് കാരണമായ 2023 ഒക്ടോബർ 7 ആക്രമണത്തോട് സർക്കാർ എങ്ങനെ പ്രതികരിച്ചു എന്നതിനെക്കുറിച്ച് സ്വതന്ത്രവും നീതിയുക്തവുമായ അന്വേഷണം നടത്തണമെന്ന് ജനം ആവശ്യപ്പെടുന്നുണ്ട്. രാജ്യത്തെ ഉയർന്ന പണപ്പെരുപ്പം, ഭവന വിലകൾ ഉയർന്നത്, മറ്റു സാമ്പത്തിക ഘടകങ്ങൾ തുടങ്ങിയവയും തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നുണ്ട്. തീവ്ര ഓർത്തഡോക്സ് ജൂതന്മാരെ സൈന്യത്തിലെടുക്കുന്നതിനെക്കുറിച്ചുള്ള തർക്കം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ ജുഡീഷ്യറിയിൽ മാറ്റങ്ങൾ വരുത്താനുള്ള നെതന്യാഹുവിന്റെ പദ്ധതിയും നെതന്യാഹുവിനെതിരായ ക്രിമിനൽ വിചാരണകളും പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാകും. ഇറാൻ, ലെബനൻ, മറ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായുള്ള ഇസ്രായേലിന്റെ ബന്ധവും ചർച്ചാ വിഷയമാണ്. അതേസമയം ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ജനപ്രീതിയിൽ വലിയ ഇടിവുണ്ടായതായി ഏറ്റവും പുതിയ അഭിപ്രായ സർവേകൾ സൂചിപ്പിക്കുന്നു. ജെറുസലേമിലെ ഹീബ്രു സർവകലാശാല സംഘടിപ്പിച്ച അഭിപ്രായ വോട്ടെടുപ്പിൽ 92% പേരും ഇറാൻ സംഘർഷത്തിൽ നിന്ന് ഇറാൻ കൂടുതൽ ശക്തമായി കരകയറി എന്നാണ് അഭിപ്രായപ്പെടുന്നത്. കഴിഞ്ഞ മാർച്ചിൽ നെതന്യാഹുവിന്റെ ജനപ്രീതി 40.5% ജൂണിൽ 29.4% കുറഞ്ഞിട്ടുണ്ട്.
ഒരു സർക്കാരിനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള വേദി എന്നതിനപ്പുറം ഇസ്രായേലികൾ വർഷങ്ങളായി തങ്ങൾ അനുഭവിക്കുന്ന പോരാട്ടങ്ങളെയും രാഷ്ട്രീയ സംഘർഷങ്ങളെയും എങ്ങനെ കാണുന്നു എന്നതിൻ്റെ സൂചകം കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. ദേശീയ സുരക്ഷയും നയതന്ത്ര ബന്ധങ്ങളുമായിരിക്കും നെതന്യാഹുവിന്റെ പ്രചാരണത്തിന്റെ കാതൽ. നെതന്യാഹു ഉത്തരവാദിത്തത്തിൽ വരുത്തിയ വീഴ്ചകളും ഭരണപരമായ പോരായ്മകളും ഗാസ ഇറാൻ യുദ്ധങ്ങളിലടക്കം നെതന്യാഹു വരുത്തിയ സുരക്ഷാ വീഴ്ചകളും ഉയർത്തിക്കാട്ടിയായിരിക്കും പ്രതിപക്ഷം തെരഞ്ഞെടുപ്പിനെ നേരിടുക. ഏതെല്ലാം രീതിയിൽ സഖ്യമുണ്ടായാലും പുതിയ സർക്കാരിന് ആഭ്യന്തരമായും അന്തർദേശീയമായും നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വരും. രാജ്യത്തിനകത്തും മേഖലയ്ക്കകത്തും ഇസ്രായേലിന്റെ രാഷ്ട്രീയ സാഹചര്യത്തെയും അത് സ്വാധീനിക്കും. സെപ്റ്റംബർ 7 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പട്ടിക സമർപ്പിക്കേണ്ടതുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹു, ഗാസി ഐസൻകോട്ട്, നഫ്താലി ബെന്നറ്റ്, യയർ ലാപിഡ്, ബെസലേൽ സ്മോട്രിച്ച്, ഇറ്റാമർ ബെൻഗിർ, അവിഗ്ഡോർ ലീബർമാൻ, ആര്യദേരി, മൻസൂർ അബ്ബാസ് എന്നിവരായിരിക്കും സ്ഥാനാർത്ഥികളിൽ മുൻനിരയിലുണ്ടാകുക. 2022 നവംബറിൽ നടന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിലൂടെയാണ് നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള സഖ്യം അധികാരത്തിൽ വരുന്നത്. ലിക്വിഡ് ഉൾപ്പെടെയുള്ള വിവിധ വലതുപക്ഷ പാർട്ടികൾ ചേർന്നുള്ള ഈ സഖ്യം 2022 ഡിസംബർ 29 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഇസ്രായേൽ ചരിത്രത്തിലെ ഏറ്റവും തീവ്ര വലതുപക്ഷ സ്വഭാവമുള്ളതും മതപരമായ യാഥാസ്ഥിതികരുമായ സർക്കാരായാണ് നെതന്യാഹുവിന്റെ സർക്കാരിനെ വിമർശകർ വിശേഷിപ്പിക്കുന്നത്. യുദ്ധ സാഹചര്യങ്ങൾക്കിടയിലും കാലാവധി പൂർത്തിയാക്കി ജനവിധി തേടാൻ ഒരുങ്ങുകയാണ് നെതന്യാഹുവും സംഘവും. ഇതിനിടയിൽ ഇറാൻ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമനയുടെ വധത്തിന് പ്രതികാരം ചെയ്യാൻ ലക്ഷ്യമിട്ടുള്ള ലോക നേതാക്കളുടെ പേര് ഇറാനിയൻ പത്രം പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അടക്കം 13 പേരുടെ പട്ടികയാണ് ഇറാനിയൻ ദിനപത്രമായ ഹംഷഹറി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി, ജർമ്മൻ ചാൻസലർ എന്നിവരും ഇറാന്റെ ഹിറ്റ് ലിസ്റ്റിലുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും പുറത്തു വന്നിട്ടില്ല. ട്രംപും നെതന്യാഹുവും ഖമനൈ വധത്തിൽ നേരിട്ട് പങ്കെടുത്തവർ എന്ന നിലയിലാണ് എങ്കിൽ ഇറാന് നേരെ നടന്ന ആക്രമണങ്ങളിൽ അപലപിക്കാത്തതിലുള്ള അമർഷമാണ് യൂറോപ്യൻ നേതാക്കളുടെ പേരുകൾ ഉൾപ്പെടുത്താൻ കാരണമായി പറയുന്നത്. ഖമനയുടെ വധത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരോട് പ്രതികാരം ചെയ്യുമെന്ന് മകനും ഇറാന്റെ പരമോന്നത നേതാവുമായ മുജ്തബ ഖമനൈ പ്രതിജ്ഞ ചെയ്തിരുന്നു. നിർമ്മിത ബുദ്ധി സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ഇൻഫോഗ്രാഫിക് പോസ്റ്ററാണ് ഹംഷഹറിയുടെ ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ചത്. പ്രതികാരം അനിവാര്യമാണ് എന്ന് പേർഷ്യൻ ഭാഷയിൽ തലക്കെട്ട് നൽകിയിട്ടുണ്ട്. ഇതിന് താഴെ ഓറഞ്ച് ജയിൽ യൂണിഫോമിലാണ് 13 ലോക നേതാക്കളെയും ചിത്രീകരിച്ചിരിക്കുന്നത്. മുകളിലുള്ള നിരയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമാണ് ഉള്ളത്. ഇരുവരുടെയും നെറ്റിയിൽ തോക്കിന്റെ ചിത്രവും വരച്ചിട്ടുണ്ട്. രണ്ടാമത്തെ നിരയിൽ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ്, US സെൻട്രൽ കമാൻഡ് മേധാവി ബ്രാഡ് കൂപ്പർ, US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത്, സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവരും ഉൾപ്പെടുന്നു. ഇസ്രായേലിലെ US അംബാസിഡർ മൈക്ക് ഹക്കബി, ഇസ്രായേൽ സൈനിക മേധാവി ഇയാൽ സമീർ, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി, ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിഡിയൻ സാർ എന്നിവരാണ് മൂന്നാം നിരയിൽ ഉൾപ്പെടുന്നത്. അവസാന നിരയിലാണ് ജർമ്മൻ ചാൻസലർ ഫെഡറിക് മെർസ്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ എന്നിവരുള്ളത്. US ഇസ്രായേൽ നടപടികളെ അപലപിക്കാതിരിക്കുകയും US സൈനിക വിമാനങ്ങൾക്ക് അവരുടെ വ്യോമാതിർത്തി കടന്നുപോകാൻ അനുവദിക്കുകയും ചെയ്യുന്നതിലൂടെ യൂറോപ്യൻ രാജ്യങ്ങൾ ആക്രമണങ്ങളിൽ പങ്കാളികളാണ് എന്ന് ഇറാൻ മുമ്പ് തന്നെ ആരോപിച്ചിരുന്നു. ഇതിന് പേരിലാണ് യൂറോപ്യൻ നേതാക്കളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.